ഒരിക്കൽ ലോകം ജപ്പാൻ കാറുകളെ ഗൗരവമായി കണ്ടിരുന്നില്ല. യൂറോപ്പിന് ഫെറാറിയും ലംബോയും ഉണ്ടായിരുന്നു, അമേരിക്കയ്ക്ക് മസിൽ കാർസും. പക്ഷേ പിന്നെ കിഴക്കിൽ നിന്ന് ഒരുത്തൻ വന്നു, ശാന്തമായി, കൃത്യമായി, വിശപ്പോടെ. അവൻ വലിയ വാക്കുകൾ പറഞ്ഞില്ല, അവൻ തിളങ്ങുന്ന നിറങ്ങൾ ധരിച്ചില്ല. എന്നിട്ടും അവൻ വേട്ടയാടി. 1989 ട്രാക്കിൽ കാൽവച്ചപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല എന്താണ് നടക്കാനിരിക്കുന്നതെന്ന്. ഓസ്ട്രേലിയൻ റേസിൽ അവൻ എല്ലാ എതിരാളികളെയും പോർഷെ, BMW, ഫോർഡ് എല്ലാം പിന്നിലാക്കി തുടർച്ചയായി ജയിച്ചു. അത്രയേറെ ആധിപത്യം കാട്ടിയതുകൊണ്ട് റേസ് നിയമങ്ങൾ തന്നെ മാറ്റേണ്ടി വന്നു. അത് വെറും കരുത്തല്ല, അത് പൂർണ്ണ ആധിപത്യം. ഈ കാർ സംസാരിച്ചില്ല, അത് തെളിവാക്കി. അതൊന്നും പറയുന്നില്ല, എൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നിട്ട് പകരം പറയുന്നു, ഞാൻ എങ്ങനെ മാറിയതാണ് എന്നതാണ് പ്രധാനമായത്. അവൻ നിന്നെ ചെറുതായി കാണുമ്പോൾ പുഞ്ചിരിക്കുക. അവർ പറയുമ്പോൾ നിനക്ക് സാധിക്കില്ല, ഗിയർ ഉയർത്തുക. അവർ സംശയിക്കുമ്പോൾ അവരെ നിന്റെ എക്സോസ്റ്റ് പുകയിൽ മറച്ചുവിടുക. കാരണം സത്യമായ കരുത്ത് ശബ്ദത്തിലല്ല, അത് തുടർച്ചയിലും ദൃഢതയിലും അടങ്ങാത്ത പ്രതിജ്ഞയിലും. ഒടുവിൽ നീ നിന്റെ ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ ലോകം പിന്നോട്ട് നോക്കി നീ ആരായെന്ന് തിരിച്ചറിയുമ്പോൾ അവർ നിന്റെ പേരറിയും. അതുപോലെ തന്നെയായിരിക്കും അവർ ഒരിക്കൽ പറഞ്ഞത്, ട്രാക്ക് കീഴടക്കിയ ദൈവത്തെ പറ്റി, ദി അബ്സല്യൂട്ട് ഗാഡ്. ഇപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാർ ഏതാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു ഹിന്റ് തരാം.